അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 തരം ഉണ്ടകളുടെ റെസിപ്പി ആയിട്ടാണ്. ഒന്ന് വന്നിട്ട് ചക്കക്കുരുവിൻ്റെ ഉണ്ട. ചക്കക്കുരുവിൻ്റെ ഉണ്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കുഞ്ഞിലുള്ളത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഉണ്ടയാണിത്. വലിയത് വന്നിട്ട് നമ്മുടെ കർക്കിടക ഉണ്ട. അപ്പോൾ കർക്കിടക ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലുതായിരിക്കും. അപ്പോൾ അത് നല്ല പഴവും നേന്ത്രപ്പഴവും അല്ലെങ്കിൽ നമ്മുടെ പൂവമ്പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല ചൂട് ഇളം മധുരമുള്ള കട്ടൻ ചായയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഴയൊക്കെ അല്ലേ കാലം, പുറത്ത് നല്ല കാറ്റും മഴയാണ്. അപ്പോൾ ഞാൻ വിശേഷങ്ങളും ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറയുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണം അമർത്താൻ ഇനി മറന്നു പോവല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ഉമ്മാനോട് ചോദിക്കുക എങ്ങനെയാണ് കർക്കിടക ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ട, കർക്കിടക ഉണ്ട. അതിനാവശ്യമുള്ള സാധനം വെല്ലം, പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഉമ്മ മുന്നേ നമ്മുടെ കുറുവ അരി വറുത്ത് വെച്ചതാണ് കേട്ടോ. ഉമ്മ ഇങ്ങനെ കുറച്ചിങ്ങനെ അരികളൊക്കെ ഇങ്ങനെ വറുത്ത് വെക്കും. ഉണ്ടയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പം നമുക്ക് ആദ്യം പിന്നെ കർക്കിടക ഉണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉമ്മ 2 കപ്പ് അരി പൊടിച്ച്, എന്നിട്ട് അതിൻ്റെ മിക്സിയിൽ ആദ്യം എന്താക്കി ഒരു 5 പീസ് വെല്ലം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ തന്നെ ഒരു തേങ്ങ ഫുള്ളിട്ടിന് കേട്ടോ. ഒരു തേങ്ങ, അതായത് 2 വലിയ കൈപ്പിടി തേങ്ങയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്ത്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഉമ്മ ഒരു 2-3 ടേബിൾ സ്പൂണ് അരിയിട്ട്, പിന്നെ ഏലക്കായിട്ട്. ഈ അരി ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഈ വെല്ലം അടിയിൽ ഇങ്ങനെ ഒരു പിന്നെ വെള്ളം പോലെ നിൽക്കുന്നതുകൊണ്ട് ഈ അരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിട്ടും, അതിനാണ് ഉമ്മ അരി ഇട്ടത്. അപ്പം എല്ലാം പൊടിച്ച് നന്നായിട്ടൊന്ന് ഉമ്മ കുഴച്ച് മിക്സാക്കി ഇനി ഉമ്മ ഉണ്ട പിടിക്കാൻ പോവാണ്. ഇത് ചെറിയ ഉണ്ടയല്ല കേട്ടോ, ഇത് വലിയ ഉണ്ടയാണ്. കർക്കിടക ഉണ്ടെന്ന് പറയുന്നത് അതേപോലെ വലുതായിട്ടാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉരുട്ടി നമ്മുടെ വലിയ ഷേപ്പിൽ, നിങ്ങൾക്കറിയോ എന്തോ കൊക്കഡാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗാർഡനിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ പായലെല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഉരുട്ടിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ഉണ്ടയാണ്. പിന്നെ ഇല വാട്ടിയിട്ടാണ് ഇത് കെട്ടി വെക്കും. ഇലയിൽ കെട്ടിയിട്ട് വെച്ചിട്ടാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇലൻ്റെ സ്മെല്ലെല്ലാം ഉണ്ടാവും. കണ്ട, നിങ്ങൾ കാണുമ്പോൾ പേടിക്കണ്ട, ബോംബൊന്നുമല്ല. ഇത് നല്ല അടിപൊളി കർക്കിടക ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് തിന്നാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂവമ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഉമ്മ ഇതിനെ വാട്ടിയ ഇലയിൽ നന്നായിട്ട് ഇതിനെ പൊതിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഇലൻ്റെ മണമൊക്കെ ഉണ്ടാവും, അതിനാണ് ഇലയിൽ പൊതിഞ്ഞ് വെക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സായിട്ട് തോന്നുന്നത് എൻ്റെ ഫൈസൽ ഖാനും എൻ്റെ ആങ്ങളറിയാണ്. അപ്പോൾ അവരെല്ലാവരും ഇതുണ്ടാക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുരുണ്ട. കുരുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. അതിനൊരു 10-15 കുരു നന്നായിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കർക്കിടക ഉണ്ടാക്കിയതുപോലെ തന്നെ 2 കപ്പ് അരി പൊടിച്ചു, എന്നിട്ട് പകുതിയോളം മാറ്റി വെച്ചിട്ട് കുറച്ച് അരിയിൽ നമ്മൾ കുരുവിനെ ഒന്ന് പൊടിച്ചെടുത്തു. അത് കണ്ട നിങ്ങൾ, അതിൻ്റെ ഒരു ഇത് കണ്ടില്ല, അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതേപോലെ പൊടിച്ചെടുത്ത്. അതായത് നന്നായിട്ട് വേവാത്തത് കൊണ്ടാണ് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു 5 കഷ്ണം വെല്ലവും ചേർത്തിട്ട് പിന്നെ ഒന്ന് പൊടിച്ചു. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കിയുള്ള അരിയിൽ ഇത് കൂട്ടിയിട്ട് നന്നായിട്ട് ഞവിടി, ഏലക്കായ ഇടാൻ മറക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഞവിടിയിട്ട് ഒരു ചെറിയ ഉരുണ്ടകളാക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് ഉമ്മ ഉരുട്ടുന്ന കണ്ട നല്ല കുഞ്ഞ് ബോൾ പോലത്തെ ഉണ്ട ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് തിന്നാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ട് മാഷാ അല്ലാഹ് ഉമ്മാക്ക് ആഫിയത്തിനും ആരോഗ്യത്തിനും എല്ലാം വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി കർക്കിടക ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചക്കക്കൂരിൻ്റെ ഉണ്ടയും നല്ല കാറ്റും മഴയും എന്ത് രസമാണെന്നറിയാവോ. ഈ കാറ്റും മഴയൊക്കെ വരുമ്പം തന്നെയാണ് ഈ ഉണ്ടയൊക്കെ കഴിക്കേണ്ടത്. ഉമ്മ ഇതിന് നേന്ത്രപ്പഴമൊക്കെ കൂട്ടി നല്ലെണ്ണം ഞവിടിയിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് പൂവമ്പഴം കിട്ടിയില്ല, ലോക്ക്ഡൗൺ അല്ലേ, കിട്ടിയതിനെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി എന്ന് പറയാം. അപ്പോൾ ഉമ്മ ഇത് കഴിക്കാൻ തുടങ്ങി, രക്ഷയില്ല മക്കളെ. എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് എൻ്റെ ആങ്ങളെ ഇല്ലാത്തതുകൊണ്ട് ഫൈസൽ ഖാൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് ഈ 2 ഉണ്ടയും. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ആങ്ങളക്ക് ഇതിൽ പിന്നെ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക, മക്കൾക്കും മാപ്പിളാർക്കെല്ലാം കൊടുക്കുക. ഈസിയാണ്. നിങ്ങൾ മുന്നേ ഒന്ന് അരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഉമ്മ നമ്മുടെ കേക്കാണ് മുറിക്കൽ ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ നമ്മളിവിടെ അരി ഉണ്ടയൊക്കെ മുറിച്ച്
പഴമൊക്കെ കൂട്ടിയിട്ട് ഉമ്മ ഒരു അടി അടിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയും. പിന്നെന്താ വേണ്ടത്? അപ്പോൾ ഇതിന് നമ്മൾ ഉണ്ടാക്കിയത് കട്ടൻ ചായയാണ് കേട്ടോ, ഇളം മധുരമുള്ള കട്ടൻ ചായ. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇനി നല്ല റെസിപ്പിയായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതാണ്. അപ്പോൾ പ്രകൃതിയൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്കുക, എന്നിട്ട് നിങ്ങളിത് കഴിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.